അപ്പോൾ ഇന്ന് നമുക്കിതാ ഇതുപോലത്തെ ഒരു വലിയൊരു പെട്ടി കിട്ടി. അപ്പോൾ ഇതാ UPS ആണെന്നാണ് തോന്നുന്നത്. അതാ പൊട്ടിച്ച് നോക്കാം. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വന്നത്. രാത്രിയായി കിട്ടിയപ്പോഴത്തേക്കും നോക്കി നോക്കാം. അത് തന്നെ UPS തന്നെ. അപ്പോൾ ഇത് നല്ലൊരു ഓഫർ പ്രൈസിനാണ് എനിക്ക് കിട്ടിയത്. APCയുടെ UPS ആണ്. നല്ലൊരു ബ്രാൻഡാണ് APC എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോയേ ഉള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് വേറെ ഇടാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഒരു ടാഗൊക്കെ ഇട്ട് കെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 3000 സംതിങ് വരും. അപ്പോൾ നമുക്കിത് ഓഫർ പ്രൈസിന് കിട്ടി. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വാങ്ങുന്നതിന് മുമ്പേ ആ ഒരു റിവ്യൂ വീഡിയോയും കൂടെ നിങ്ങൾ കാണണം, എന്നിട്ട് വാങ്ങിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഇത് കിട്ടാൻ നല്ല പാടുപെട്ട്. കാരണം ഇത് ഹോം ഡെലിവറി ചെയ്തില്ല. ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ അവർ ഹോം ഡെലിവറി ചെയ്തില്ല. നമ്മൾ ഏകദേശം 10 കിലോമീറ്റർ ദൂരെയുള്ള ഓഫീസിൽ ചെന്നാണ് ഇത് വാങ്ങിച്ചത്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചോളണം. നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് കോവളം ലോഡ് ഷെയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവരിത് വീട്ടിൽ കൊണ്ട് തന്നില്ല. അവർക്ക് കൊണ്ട് തരുകയൊക്കെ ചെയ്യായിരുന്നു, പക്ഷേ അവർ കാരണങ്ങൾ പറഞ്ഞ് കൊണ്ട് തന്നില്ല. അവസാനം നമ്മളിത് 10 കിലോമീറ്റർ പോയി എടുക്കേണ്ടി വന്നു. അപ്പോൾ ആദ്യം ഇൻസ്ട്രക്ഷൻ മാനുവലാണ് വരുന്നത്, പിന്നെ നമ്മുടെ UPS ആണ്. ഇതാ ഇവിടെ തെർമോക്കോളിനകത്താണ് വെച്ചേക്കുന്നത്. എന്തൊക്കെ ഒരു സാധനം അതിനകത്തുണ്ട്. ഓക്കെ, ബോക്സിനകത്ത് വേറെ ഒന്നുമില്ല. അതാ ഇത്ര സാധനങ്ങളെ വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ അതാ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറിലായിരിക്കും അവർ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അത് പൊട്ടിച്ച് നോക്കണം. കാരണം വർക്കിംഗ് കണ്ടീഷൻ ആണോ ഇല്ലയെന്നൊക്കെ നോക്കണം, അല്ലെങ്കിൽ അപ്പം റിട്ടേൺ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞ പോലെ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് 600 VAയുടെ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല ചെറുതാണ്. നമ്മൾ പടത്തിൽ കണ്ടപ്പോൾ നല്ല വലുതായിട്ട് തോന്നി. അപ്പോൾ ഇത് നല്ല ചെറുതാണ് സാധനം. ഓക്കെ, ഓണാക്കി നോക്കാം. ഓക്കെ, ഓണാവുന്നുണ്ട്. ഇപ്പോൾ ഫുൾ ചാർജ് ഉണ്ടോ ഇല്ലേന്ന് അറിയത്തില്ല. നമുക്ക് കുത്തി നോക്കിയിട്ട് നോക്കണം. അപ്പോൾ നമുക്കിതെല്ലാം അഴിച്ച് കൊണ്ടുവന്ന് വയ്ക്കാം. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഇതുപോലത്തെ ഒരു വലിയൊരു പെട്ടിയിലാണ് നമ്മുടെ UPS വന്നേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഫ്ലിപ്കാർട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ലൊരു പാക്കിംഗ് ആണ്. ആമസോണിനെക്കാട്ടി നല്ലൊരു പാക്കിംഗ് ആണ്. ഇത് ഞാൻ വാങ്ങിച്ചതെന്ന് പറയുമ്പോൾ ഓഫർ പ്രൈസിനാണ്. നമ്മുടെ ദീപാവലി സെയിലിനാണ്. ഏകദേശം 2600 രൂപയ്ക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചത്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 3000 സംതിങ് വരും. ദീപാവലി സെയിലായതുകൊണ്ട് നല്ലൊരു UPS തന്നെയാണ് APCയുടെ. അപ്പം അതിൻ്റെ അൺബോക്സിംഗ് ആണ്. ജസ്റ്റ് ഒരു അൺബോക്സിങ് എടുത്തതാണ്. ഇതിൻ്റെ പാക്കിങ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇതിന് ഡീറ്റെയിൽഡ് റിവ്യൂ അടുത്ത വീഡിയോ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിലാണ് വരുന്നത്. ഇതിൻ്റെ ബാക്കി ബാക്കപ്പ് UPS ഇത് 600 VAയുടെ ആണ്. അതായത് വാട്ട്സും ആംബിയറും, വോൾട്ടേജും ആംബിയറും 600 VAയുടെ ആണ്. 360 വാട്ട്സ് പീക്ക്. 4 to 6 മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ ബാറ്ററി ചാർജ് കയറും. ബാക്കിയുള്ള UPS ഒക്കെ ആണെങ്കിൽ കൂടുതൽ സമയം എടുക്കും. ഇത് 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. ഈ നോയ്സ് ഉണ്ടല്ലോ, ബീപ്പ്, UPS ഇതിന് മുമ്പേ യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അറിയാം. ബീപ്പ് നോയ്സ് അത് ഇതിന് കുറവാണ്. അപ്പോൾ നമുക്ക് വലിയ ശല്യം വരത്തില്ല. പിന്നെ എന്താണ് പറയാനുള്ളത്, ഇതിൻ്റെ MRP 3750 വരുന്നത്. 3 പോർട്ട് ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പ്രോഡക്റ്റ് കാണിച്ചു തരാം. ഇതിവിടെ ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം നമുക്ക് ജസ്റ്റ്. ബാക്കി ഓവർവ്യൂ ഫുൾ റിവ്യൂ നാളെ വരും. നാളെ അല്ല, ഞാൻ ഇനി ഇടുന്നതാണ്. 27 മിനിറ്റ് റൺ ടൈമാണ് പറയുന്നത്. പക്ഷേ എൻ്റെ PCക്ക് 15 മിനിറ്റേ ഇത് നിൽക്കുന്നുള്ളൂ. കാരണം എന്ന് പറയുമ്പം അതിൻ്റെ PCയുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണ് നമുക്ക് ഈ ഒരു ബാക്കി കാര്യങ്ങൾ വരുന്നത്. പിന്നെ റൂട്ടറിനൊക്കെ നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ ആളുകൾ ലോഡിൻ്റെ പ്രശ്നം വരും. ലോഡിൻ്റെ പ്രശ്നം വരത്തില്ല. ബാറ്ററി സേവർ എന്ന് പറയുന്ന ഓപ്ഷൻ ഓഫ് ആക്കിയതിന് ശേഷം നിങ്ങൾ റൂട്ടർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂർ കൂടുതൽ ബാക്കപ്പ് ഇത് തരും. അപ്പോൾ നമുക്ക് UPS എടുത്തുകൊണ്ട് വരാം. ഇതാണ് നമ്മുടെ UPS. ഫ്രണ്ടിലായിട്ട് നമുക്കിവിടെ APC ഷെല്ലർ ഇലക്ട്രിക്കൽസിൻ്റെ ഓർമ്മ എഴുതിയിട്ടുണ്ട്. ഇവിടെ 2 ബട്ടൺ കാണാൻ പറ്റും. നല്ല വെയിറ്റ് ഉണ്ട്. അത്യാവശ്യം ഏകദേശം 3-4 കിലോ ഉണ്ട്. അപ്പോൾ ഇവിടെ ബാക്കിലായിട്ട് നമുക്ക് ഇവിടെ 3 പോർട്ട് കാണാം. വേറെ ഒന്നും എഴുതിയിട്ടില്ല. ഇവിടെ ഫ്രണ്ടിൽ 2 സ്വിച്ച്. ഇത് നമ്മുടെ മെയിനും ബാറ്ററി സേവറിൻ്റെ സ്വിച്ച്. ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം.
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ UPS. ഫ്രണ്ടിലായിട്ട് 2 ബട്ടൺസ്, ഒരു സൈഡിൽ ഇവിടെ വെൻറ്റിലേറ്റേഴ്സൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ചൂട് പോകാൻ വേണ്ടിയിട്ടായിരിക്കും, ചൂട് പോകാൻ വേണ്ടിയിട്ട് തന്നെ. ബാക്കിലെ സോക്കറ്റ് ഇവിടെ മുകളിൽ കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് നമുക്കെടുത്ത് അവിടെ വെക്കണം. ഓക്കെ, നമുക്ക് ഏകദേശം എന്താ ഇവിടെയാണ് വെക്കേണ്ടത്. ഓക്കെ, ഇവിടെ കറക്റ്റായിട്ടിരിക്കും. പിന്നെ നമ്മുടെ മോണിറ്ററിൻ്റെ സ്വിച്ചും നമ്മുടെ PC-യുടെ സംഭവം, PC-യുടെ പ്ലഗുമാണ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ അത് കണക്ട് ചെയ്തേക്കാം. നമുക്ക് PC-യുടെ പ്ലഗും നമ്മുടെ മോണിറ്ററിൻ്റെ പ്ലഗും കണക്ട് ചെയ്തേക്കാം. ഇപ്പോൾ അതാ 2 സ്വിച്ച്, ഈ ഒരു പവർ ബട്ടൺ ഞെക്കുമ്പോൾ നമുക്ക് ഒരു ബീപ്പ് സൗണ്ട് കേൾക്കാം. അപ്പോൾ ഇതിപ്പം ചാർജില്ല, ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ചാർജില്ല. ഇപ്പോൾ ചാർജിങ്ങിലാണ്, അതുകൊണ്ടാണ് ഈ ഒരു സംഭവം കാണിച്ചേക്കുന്നത്. അപ്പോൾ ഫുൾ അൺബോക്സിങ് നമുക്ക് വേറൊരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ UPSൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഒക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. കാരണം എല്ലാം കൂടെ ഇതിൽ പറ്റത്തില്ല, ഡീറ്റെയിൽ ആയിട്ട് തന്നെ റിവ്യൂ ചെയ്യണം. കാരണം എല്ലാവരും വാങ്ങുന്ന ഒരു സാധനമാണ് ഈ ഒരു UPS എന്ന് പറയുന്നത്. അപ്പം ഞാൻ 2-3 ദിവസം യൂസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഇടത്തുള്ളൂ. അപ്പം ഇനിയും അധികം അടിപൊളി വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തെ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇതിലും കിടിലും അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.